ഞാനെൻ്റെ മോളെ പോലെയാണ്. എന്നുവെച്ചാൽ അഗസ്റ്റിനും ഞാനും തമ്മിലുള്ള ബന്ധം 40 കൊല്ലത്തെ ബന്ധം, മോർ ദാൻ 40 years. അവൾ ഈ വായനെ പറ്റിയത് എനിക്കൊന്നും പറയല്ല, അഗസ്റ്റിനെ പറ്റിയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. നിന്നെ വിചാരിച്ച കാര്യം വഴി ഇവിടെ അഗസ്റ്റിനെ വിചാരിച്ച് വന്നതാണ്. കാരണം ഈ കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ എൻ്റെ സീനിയറായിരുന്നു അഗസ്റ്റിൻ. അഗസ്റ്റിനായിരുന്നു എൻ്റെ റോൾ മോഡൽ. ഞങ്ങളുടെയൊക്കെ അക്കാലത്ത് ബെസ്റ്റ് ആക്ടർ, സ്കൂൾ ബെസ്റ്റ് ആക്ടർ അഗസ്റ്റിനാണ്. ഒരുപാട് പെൺകുട്ടികൾ പ്രേമിക്കുന്ന അഗസ്റ്റിൻ. അങ്ങനെ അപ്പോൾ അഗസ്റ്റിനാവാനാണ് എല്ലാവരും മോഹം, എൻ്റെയും മോഹം. ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ നിന്ന് SSLC കഴിഞ്ഞ് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ SSLC കഴിഞ്ഞ് അടുത്ത കൊല്ലം ഞാനായി ബെസ്റ്റ് ആക്ടർ. അതുകൊണ്ട് എനിക്ക് കാര്യമായ ഗുണമൊന്നും കിട്ടിയില്ല. ഒരു പ്രേമം കിട്ടിയത് ഒഴിഞ്ഞും പോയി. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ സൗഹൃദത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിതം കെട്ടിപ്പടുത്ത ഒരാളാണ് അഗസ്റ്റിൻ. സുഹൃത്തുക്കളേ ഉള്ളൂ അഗസ്റ്റിന് ഏറ്റവും പ്രൈമറി ആയിട്ട്. അവരെ സന്തോഷിപ്പിക്കുക, അവരെ രസിപ്പിക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുക. അവരുടെ ഏത് പ്രോബ്ലം ആണെങ്കിലും ഞാൻ എൻ്റെ സിനിമ എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ആ ടെൻഷനൊക്കെ റിലീവ് ചെയ്യുന്നത് അഗസ്റ്റിൻ്റെ ഫോൺ വരും, രാവിലെ എന്നും വരും. അപ്പം ഞാൻ പറയാം, അഗു, അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കുക. എവിടെയാണ് എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു മാത്രമല്ല, അഗസ്റ്റിന് മദ്യപാനത്തിന് വിലക്കേർപ്പെടുത്തിയ സമയത്ത് എനിക്കും നമ്മളുടെ വളരെ അടുത്ത 1-2 ചങ്ങാതിമാർക്ക് മാത്രം ആ സൗകര്യം അനുവദിച്ചു വന്നിരുന്നു. അതിന് ഞാൻ നന്ദി പറയുന്നു. കാരണം അറിയാം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തീവ്രത, ഒരു ഡെപ്ത് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ മോളാണ്, ഞങ്ങളുടെ മോളാണ്. എനിവേ ഐ ആം വെരി ഹാപ്പി. അവനില്ലെങ്കിലും അഗസ്റ്റിനില്ലെങ്കിലും അഗസ്റ്റിൻ്റെ എല്ലാ സുഹൃത്തുക്കളും, രഞ്ജിത്ത്, വിനു, ജയരാജ്, രാജോസ്, വത്സൻ, ശ്യാം, ശശിയേട്ടൻ, ഇങ്ങനെ ഇവിടുന്നൊക്കെ ഓടി വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ഇവൾക്ക് ഈ വിവാഹ ദിവസം മാത്രമല്ല ജീവിതകാലം മുഴുവൻ താങ്ങായിട്ടുണ്ടാവും. അതുകൊണ്ട് മോനെ സൂക്ഷിച്ചോ. ഞങ്ങളെല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും സ്നേഹവും. താങ്ക് യു. ഓക്കെ, താങ്ക് യു.